കിട്ടില്ലെന്നറിഞ്ഞിട്ടും കാത്തിരിക്കുന്ന മനുഷ്യരെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നോടിപ്പോ ആരെങ്കിലും വാട്ട് ഈസ് ദ ട്രൂ ഫോം ഓഫ് ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഉത്തരങ്ങളിൽ ഒന്ന് കാത്തിരിപ്പ്. കാരണം അവർക്ക് തന്നെ അറിയാം ആ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടാവില്ലെന്ന്. ഒന്നാലോചിച്ചാ ഇല്ലായ്മയിലും പ്രതീക്ഷകൾ തുന്നിക്കൂട്ടി നീറുന്ന ഹൃദയവുമായി ജീവിക്കുന്ന പലരും നമ്മുടെ ചുറ്റിലും തന്നെയുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ എത്ര അപമാനിച്ചാലും എത്ര അവഗണിച്ചാലും അവര് നിങ്ങളുടെ പുറകെ തന്നെ വരും. കാരണം ആരും ഇല്ലാതിരുന്നപ്പോ നിങ്ങൾ അവർക്ക് ആരൊക്കെയോ ആയിരുന്നു. എന്തായാലും എനിക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ലൈഫിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ആയ പെയിനിലും ഒരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു മടിയുമില്ലാതെ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോരുത്. സംടൈംസ് ചില സെക്കൻഡ് ചാൻസസിന്റെ വില ജീവിതം തന്നെ ആയിരിക്കും. ഇവനിപ്പോ ഈ പറയുന്ന ഞാൻ പോലും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാൾ. സോ ആ ഒരു പെയിൻ എന്താണെന്നും ആ ഒരു റിഗ്രറ്റ് എന്താണെന്നും ബാക്കി ആരെക്കാളും നന്നായി എനിക്ക് മനസ്സിലാവും. ഒന്നാലോചിച്ചാൽ എവരിത്തിങ് വാസ് മൈ ഫോൾട്ട്. ആ ഒരു പേഴ്സൺ അയാളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എനിക്ക് അവസരങ്ങൾ തന്ന, പക്ഷെ എനിക്ക് അത് അന്ന് മനസ്സിലായില്ല. എനിവേ എന്തായാലും ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കുന്നൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള. സോ നിന്റെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തേക്ക്. എനിക്ക് ഉറപ്പുണ്ട് എല്ലാം ശരിയാവും. ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിച്ചേക്ക്. ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്തേക്ക്. അല്ലേ വേണം.